ഫ്രണ്ട്സ്, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും കമന്റ് ബോക്സിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കൊളാബ് കിട്ടുന്നതെന്ന്. അതും ഇൻസ്റ്റഗ്രാമിലൂടെ എങ്ങനെയാണ് നമുക്ക് കൊളാബ് കിട്ടുക, എങ്ങനെയാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രാൻഡഡ് കോണ്ടന്റ് ആണ്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നമുക്ക് തരുന്ന ഒരു ഫീച്ചറാണ് ബ്രാൻഡഡ് കോണ്ടന്റ്. അപ്പൊ അതിന് മിനിമം ആയിട്ട് 1000 ഫോളോവേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. 1000 ഫോളോവേഴ്സും അത്യാവശ്യം വ്യൂസും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം തന്നെ നമുക്ക് ബ്രാൻഡഡ് കോണ്ടന്റ് എന്നുള്ള സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് വരിക പെയ്ഡ് കൊളാബ്സ് ആയിരിക്കും. അതിൽ ഓരോ ബ്രാൻഡ്സും അവരുടെ ബഡ്ജറ്റ്, അവരുടെ ടൈം ലൈൻ, എപ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യണം, എത്രയൊക്കെ എമൗണ്ട് കിട്ടും എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ആ ഒരു കോണ്ടന്റിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ നീഷ് ഏതാ, നീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടന്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡ്സ് ആയിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ സബ്മിറ്റ് ആവും. ബാക്കിയുള്ളത് ബ്രാൻഡ്സ് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരും, ഇൻബോക്സിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് ഉണ്ടാവും. ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട്, മിൻട്ര, മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് തൊട്ടപ്പുറത്ത് കണക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യേണ്ടത്, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, മിൻട്ര ആയിക്കോട്ടെ, മീഷോ ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാമിനോട് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്ത ആളുകൾ നമ്മളോട് ലിങ്ക് ചോദിക്കും, നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കും. ആ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ, അതായത് ആ ലിങ്കിൽ നിന്ന് ആരെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 100 പേര് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമ്മീഷൻസ് അതുവഴി നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പൈസ പോകുന്നു വിചാരിക്കണം. നമ്മൾ എത്ര വേണമെങ്കിലും പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുകയും ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാം. കാരണം നമ്മൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് നമുക്ക് അൺലിമിറ്റഡ് റിട്ടേൺ ഓപ്ഷൻ അവിടെ കിട്ടും. നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുന്നേ ഇല്ല. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഫേസ്ബുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇടുന്ന വീഡിയോ സെയിം ആയിട്ട് എന്ത് ചെയ്യുക, ഷെയർ ടു ഫേസ്ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലോട്ട് ഷെയർ ചെയ്യും. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂസിനും കാര്യങ്ങൾക്കും ഫേസ്ബുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പൈസ തരും. അതിൽ നമ്മളൊരു മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. കുറച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഉണ്ട്. 1K ഫോളോവേഴ്സ് ആണ്. അത്യാവശ്യം വ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവിടെ മോണിറ്റൈസ് ആവും, നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസ് ആവും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ 4ാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ്സ് ഡയറക്റ്റ്ലി നമ്മളെ അപ്രോച്ച് ചെയ്യുക. അതായത് നമ്മളുടെ ഓരോ വീഡിയോസും കണ്ടിട്ട് ഓരോ ബ്രാൻഡ്സ് അവർ നമ്മളെ ഇങ്ങോട്ടേക്ക് കൊളാബറേഷൻ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻബോക്സിലോ കോൾ ത്രൂവോ മെയിൽ ത്രൂവോ നമുക്ക് മെസ്സേജ് അയക്കുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കൊളാബറേഷൻസ് എന്ന് പറയാം. അതിൽ പെയ്ഡ് ഉണ്ടായിരിക്കും, പാർട്ണർ ഉണ്ടായിരിക്കും. പാർട്ണറിൽ നിന്ന് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും കിട്ടില്ല, പക്ഷെ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാണ്ടിരിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പെയ്ഡ് കൊളാബ്സ് ആകുമ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യും, എമൗണ്ട് തരും ചെയ്യും, പ്രൊഡക്റ്റും അയച്ചു തരും. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇങ്ങനത്തെ ഡയറക്റ്റ് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ വരാറ്. പിന്നെ ബ്രാൻഡഡ് കോണ്ടന്റ്, ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്സിലൂടെ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യുന്നുണ്ട്. 5ാമത്തെ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് അല്ല, അത് നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് ഗിഫ്റ്റ്സ് ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. അത് നമുക്ക് അയക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഗിഫ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കുറവാണ്. കാരണം ഗിഫ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗിഫ്റ്റ് ഓഡിയൻസ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ആ ഗിഫ്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് തരുവാണെങ്കിൽ നമുക്ക് ആ ഗിഫ്റ്റിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു $25 ആയി കഴിഞ്ഞാലാണ് നമുക്കത് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഈ 4 മെത്തേഡ്സ് ആണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലോട്ട് ഓഫ് എമൗണ്ട് ഏൺ ചെയ്യുന്ന ഒരു മെത്തേഡ്സും കൂടിയാണിത്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇൻബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കാം. എനിക്ക് പറ്റാവുന്ന പോലെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ബൈ ബൈ.